ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് നോക്കണം. ഇറങ്ങി നീശോണ്ട് എന്തൊരു തണുപ്പ് അജ്ജും കോലം തണുത്തിട്ട് ഫ്രണ്ട് ആകെ കുലുങ്ങണ്. ആരോ കയറുണ്ടാതിട്ട് ഓന് വേറെ അലാറം വെപ്പിച്ചാണ് എല്ലാം സെറ്റാക്കി കേട്ടോ. ടെന്റ് മടക്കി വണ്ടിയുമ്പോൾ സാധനം കയറ്റി ചെറുതായിട്ട് മായ തുള്ളിട്ടുണ്ട്. അതൊരു വിഷയമല്ല. അതുപോലെ പോവാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം ആദ്യം. ഫുഡ് കഴിക്കാൻ റിട്ടേൺ പോയിട്ട് അവിടുന്ന് പിന്നെ തിരിക്കാൻ വിചാരിക്കുന്നുണ്ട്. ചെറിയ ടൗൺ ഇടുന്നു. നമ്മൾ രാത്രി പോയപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് പോയതേനി. അവിടെ നമ്മൾ ചായ അടിച്ച് നിർത്തിനെ. ഉർവ ഫാസ്റ്റ് ഫുഡ് നല്ല കളർഫുള്ള് കടയാണ്. അതുപോലെ ഉള്ളിൽ കയറി പിന്നെ ടാങ്ക് എടുക്കാൻ പറയും. മാഗ്നറ്റ് ടാങ്കാണ്, മാഗ്നറ്റ് ടാങ്ക്. വണ്ടി ലൂബടിച്ച് ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. വലിയൊരു 200 രൂപ വീട്ടിട്ട് ഇറങ്ങിയോണ്ട് ഗിയർ കുറച്ച് അപ്പാക്കണം, അല്ലെങ്കിൽ മാറ്റം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചാണ്ട് ഒന്ന് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണേ. റൂൾസ് എല്ലാം പിന്നെ കജ്ജിലുണ്ട്, സീനില്ല. ഇന്നലെ അതേമാതിരി നമ്മൾ ഇതിൻ്റെ ടയർ 2 കണ്ടില്ലേ, ഒന്ന് നമ്മൾ മാറ്റിട്ടോ. അതിൻ്റെ ടയർ 2 ഉള്ളത് ഒന്ന് മാറ്റിയാണ്ട് ആ കട്ടില ടയറാക്കി. ആ വോയിസ് പോയി കിട്ടുന്നു. ആ ടൈമിൽ നമ്മൾ ഇത് ലഗേജൊക്കെ കയറ്റാണ് അങ്ങനെ പോകുന്നത്. റെഡി കേട്ടോ. ബ്രെഡ് ഓംലേറ്റും ടീ പറഞ്ഞ സാധാ ടീ അല്ല, മസാല ടീ. കഴിഞ്ഞ് പാക്കിങ് കഴിഞ്ഞ് തൂച്ചടഞ്ഞ് അതിൻ്റെ പരിപാടി കഴിഞ്ഞ് കാറ്റടിച്ച് അവിടെ ഗീർ ഇതാക്കി ഇതൊന്നും കട്ടിയിട്ട് നോക്കില്ല. അങ്ങനെ തെറിച്ച് നടന്നു. സോനമാർഗിൽ നിന്ന് ലേക്ക് ഏകദേശം 350 കിലോമീറ്റർ ആണെങ്കിലും യാത്ര കുറച്ച് ദുഷ്കരമാകും. കാരണം നമ്മൾ പോകുന്നത് ആൾട്ടിറ്റ്യൂഡ് ഡിഫറൻസും അതേപോലെ തന്നെ കുറേ ചുരങ്ങളും മലകളും താണ്ടിയിട്ടാണ്. പക്ഷെ വ്യൂ ഒരു രക്ഷയില്ലാത്തതാണ്. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം പകർത്താൻ കഴിയും എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അത്ര രസമുള്ള ടറൈൻ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആദ്യം എത്തിപ്പെടാൻ പോകുന്നത് സോജില്ലയിലേക്കാണ്. സോജില്ല പാസ് ആ ഏരിയക്ക് എത്തും. അപ്പോൾ അവിടേക്കൊക്കെ പറഞ്ഞാൽ കുറേ പച്ചപ്പുള്ള സ്ഥലങ്ങൾ, പിന്നെ കുറേ മരുഭൂമികൾ, അങ്ങനെ പല പല ടറൈൻ കൂടെ പോകും. ഇത് കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടണൽ നിർമ്മിക്കുന്നുണ്ട്. ഈ ടണലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടന്നുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ പോകാൻ സാധിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുമല്ലോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. ജില്ലാ പോസ്റ്റലുകൾ വയ്യാട്ടോ. അവിടെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോയൊക്കെ വന്നാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ താഴെ നമുക്ക് ആ ടണൽ കാണാം. അവിടെ ടണലിൻ്റെ പണി എടുക്കുന്നത്. ടണലിൽ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടണൽ എടുക്കണേ. ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ട് ഫുള്ള് ബ്ലോക്ക് കേട്ടോ. ഈ ഒരു എക്സ്പീരിയൻസേ മൊത്തമായിട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മളെടുത്തില്ലാറെ ഫോട്ടോ വേറെ കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ എടുത്തു പോകണ്ടേ. വൈകി സാധനമാണല്ലോ. My brothers from another mothers. നമ്മൾ നേരത്തെ കണ്ട ടണലല്ലേ, ടണലിൻ്റെ മറ്റേ അറ്റാട്ടത് ഒരുപാട് ദൂരം പോകുന്നു. കുറേ കിലോമീറ്റേഴ്സ് പോകുന്നതാണ് ഇപ്പോൾ ഈ ഒരു അറ്റ നമ്മൾ കണ്ടത്. ഇതിന് തുറന്ന് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷ്വലൊക്കെ പോകും കേട്ടോ. ഒരുപാട് നടന്ന നമ്മൾ ഇതായിട്ട് അവിടെ കാണുന്നത്. ഇവിടെ ഒരു എൻട്രി എടുക്കണം നമ്മൾ പോണേന്. അതാണ് കവാടം. അവിടെ നിന്ന് ഇപ്പോൾ കടന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എൻട്രി എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. പോണ വൈക്കൽ ഇങ്ങനെ കുറേ വണ്ടിയുണ്ട് ഹിമാലയന്. അപ്പോൾ അതിൽ ആൾക്കാരെ നോക്കിയപ്പോൾ വണ്ടി റെൻ്റ് വണ്ടിയാണ്. ഇത് പോർച്ചുഗലിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവിടെ അവിടുന്ന് ഫ്ലൈറ്റ് കയറി വന്നിട്ട് ഇവിടുന്ന് വണ്ടി റെൻ്റ് എടുത്തിട്ട് ഇവിടെ ഓടി കാണാവുന്ന ആൾക്കാരാട്ടോ അതൊക്കെ.
കാർഗിൽ വാർ മെമ്മോറിയൽ കേട്ടോ. ഇതിനുള്ളിൽ കുറേ സംഭവം കാണണം. ഉള്ളിൽ കയറാം. പക്ഷെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സ്ഥലമാണ്. സെക്യൂരിറ്റി ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. കയറും. നല്ല കൂടി പതാക മൂളുണ്ടാവും. പാറിൽ കൂടി വലിയ കൂടി അതിൻ്റെ ബാക്ക് നല്ലൊരു സംഭവം നല്ല സെറ്റിട്ട മാതിരി ഉണ്ട്. അപ്പോൾ പറഞ്ഞു കുറേ ഹിന്ദിയിലാണ്, ഒന്നും മനസ്സിലായില്ല നമ്മളതിന്. ഇത് നാളത്തെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വീട് എടുക്കരുത്, ഫോട്ടോ എടുക്കരുത് പറഞ്ഞു. അത് നമുക്ക് മനസ്സിലായി, ബാക്കിയൊന്നും മനസ്സിലായി. ഇവനോട് കുത്തക്കരുതെന്നും പറഞ്ഞു. അത് മരിച്ച ആൾക്കാരെത്താ ഇതാട്ടോ കാർഗിൽ യുദ്ധത്തിൽ മരിച്ചവരെ ഒരു റൗണ്ട് രൂപത്തിലാണ് ഇറക്കാൻ പറ്റുക. ഫ്ലാഗുകൾ ഓരോന്ന് ഇന്ത്യൻ്റെ അതിനെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ്റെ കൊടിയാക്കനോടെ അത് ശരിക്കും ഇതൊരു ഫോട്ടോ സ്പോട്ട് മാതിരി അയക്കണം. എല്ലാവരും ഒന്ന് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ടല്ലാണ്ട് അടുത്തൊന്നും കാണുന്നു. പക്ഷെ ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതിലുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോസ്, പിന്നെ ഉപയോഗിക്കണ ഗണ്ണ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. കുറേ നടന്ന് കാർഗിൽ ടൗണിലെത്തി. നമ്മളൊരു ചായ കുടിക്കുകയാണ്. ഇനിയുണ്ട് 230 കിലോമീറ്റർ ഓടാൻ. കാർഗിൽ ഞങ്ങൾ എല്ലാവരും പോകുന്ന റൂട്ടിന് വ്യത്യസ്തമായിട്ട് ബറ്റാലിക് റൂട്ടിന് കയറി കേട്ടോ. ഈ റോഡാണ് എനിക്ക് ഇന്ന് യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര മനോഹരമായ കാഴ്ചകൾ, അതുപോലെ തന്നെ മലനിരകളിൽ പല പല കളർ കേട്ടോ. പച്ചയുണ്ട്, അതേപോലെ ഇപ്പോൾ ഈ ഭാഗം നമുക്ക് മണ്ണ് നനഞ്ഞ പോലെ തോന്നും. അതേപോലെ പല പല ടറൈനിലൂടെ പോവുക. ഭയങ്കര രസേനി, അടിപൊളി യാത്ര ചെയ്തത്. സൗദി അറേബ്യൻ റൂട്ടുകളിൽ ഞങ്ങൾ പൊടി എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നിട്ട് പോകണം. അപാരം ഒരു പൊടി നിങ്ങൾക്ക് ഈ ഏരിയയിലൊക്കെ താമസിക്കുന്നത് ടിബറ്റൻസ് ആണ്. അപ്പോൾ അവരുടെ വീടുകളൊക്കെ തന്നെ ആ ഒരു ചൈനീസ് ലുക്കിലാണ് നമുക്ക് തോന്നിയത്. നല്ല മനോഹരമാണ്. ഓരോരോ ഏരിയ മാറുമ്പോൾ മാറ്റങ്ങൾ പെട്ടെന്ന് ആ മരുഭൂമിയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഫുള്ള് മരങ്ങൾക്ക് ഇടയിലൂടെ യാത്ര ഭയങ്കര രസമുണ്ട്. പെട്ടെന്ന് ടറൈനുകൾ ഇങ്ങനെ മാറി മറിയാണ് അവിടെ. കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ച് വരുന്നതിൻ്റെ വഴിയിൽ ഇരുട്ട് ഇങ്ങനെ ആവലുണ്ട് കേട്ടോ. ഏകദേശം സമയം 7 മണിയോട് അടുത്തപ്പോൾ തന്നെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. പിന്നീട് നമുക്ക് കാഴ്ച പതുക്കെ ഇങ്ങനെ മങ്ങുണ്ടായത്. പിന്നെ റോഡ് മാത്രമാണ് കണ്ടത്. അതുവരെ ഭംഗിയായ കാഴ്ചകളായിരുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് ഇരുട്ടിൽ റോഡ് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടുന്ന് ഞാൻ ലഡാക്ക് ഏകദേശം 100 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മളെ പേര്, മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ. ഇത് മാഗ്നറ്റിക് ഹില്ലറിൻ്റെ ഒരു പ്രതിഭാസമാണ്. ഇത് ലഡാക്കിലുള്ളതാണ്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പോകുന്നുള്ളതിൽ വണ്ടി എടുത്താണ് വായിസ് പോകുന്നുണ്ടപ്പോൾ നമ്മൾ ആദ്യം കരുതി വണ്ടി പോകാനാണ്. പക്ഷേ എന്തോ വർക്ക് ചെയ്യില്ല. ഞാൻ ലഗേജുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി പകൽ വന്ന് നോക്കാം നമുക്ക്. ഫൈനലി ഷാർപ്പ് 12 മണിക്ക് ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തില്ലോ. ഇസാക്ക് വായന ഹോട്ടലാണ്. ഹോട്ടലിലെ റൂം നമ്മൾ എടുത്തല്ല, ഫായ്സിൻ്റെ ഫ്രണ്ടാണ്. കഴിഞ്ഞൊരു വന്നത് പരിചയതാണ് ഒരു ഉള്ളിൽ ഞങ്ങൾക്ക് ഉൾപ്പെടാം.